നമസ്കാരം. വചന സമീക്ഷയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ വിചിന്തനത്തിനായുള്ള തിരുവചന ഭാഗം സങ്കീർത്തനങ്ങൾ 121 അധ്യായം 3 വാക്യം. നിന്റെ കാൽ വഴുതുവാൻ അവൻ സമ്മതിക്കുകയില്ല, നിന്നെ കാക്കുന്നവൻ മയങ്ങുകയുമില്ല. നമ്മുടെ കർത്താവായ ദൈവം ഈശോ, നമ്മുടെ എല്ലാം തമ്പുരാൻ, നമ്മളോടൊപ്പം നമ്മെ കാക്കുന്ന, നമ്മെ പരിപാലിക്കുന്ന ആ ദൈവം ഒരിക്കലും നമ്മുടെ കാൽ വഴുതുവാൻ സമ്മതിക്കുകയില്ല എന്ന് വചനം സാക്ഷിക്കുന്നുണ്ട്. ഒപ്പം തന്നെ നമ്മുടെ കാക്കുന്നവന്റെ കൺപോളകളെ മയക്കം തട്ടുകയുമില്ല, അവൻ മയങ്ങുകയുമില്ല. പ്രിയമുള്ളവരെ, ഓരോ നിമിഷവും നമ്മുടെ ജീവനെ, ജീവിതത്തെ മുറുകെ പിടിക്കുവാൻ, അവനിൽ നിന്നും തിരിഞ്ഞു പോകാതെ, വഴിതെറ്റി പോകാതെ നേർവഴിയിലൂടെ, ഒരേ ദിശയിലൂടെ അവനിലൂടെ സഞ്ചരിക്കുവാൻ ഓരോ നിമിഷവും അവൻ പരിശ്രമിക്കുന്നുണ്ട്. അതിന് നമ്മെ സഹായിക്കുവാൻ അവൻ പരിശ്രമിക്കുന്നുണ്ട്. നമ്മളോടൊപ്പമായിരുന്ന് നമ്മുടെ ശ്വാസത്തിലും നമ്മുടെ ജീവവായുവിലും നമ്മുടെ ചിന്തയിലും നമ്മുടെ ബുദ്ധിയിലും നമ്മുടെ പ്രവൃത്തിയിലും നമ്മുടെ ഹൃദയത്തിലും ഒക്കെ ആ ഒരു തമ്പുരാന്റെ കൃപയും കടാക്ഷവും പല രൂപത്തിലും പല ഭാവത്തിലും ഒരുപക്ഷെ നമുക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടാകാം. ഒരുപക്ഷെ ഒരു കാറ്റായോ, അല്ലെങ്കിൽ ഒരു ഇളം തെന്നലായോ, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ ഒരു ശക്തമായിട്ടുള്ള ആവാസമായോ ഒക്കെ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഇത്തരത്തിലുള്ള കരുതലും സംരക്ഷണവും ഒക്കെ അനുഭവപ്പെട്ടിട്ടുണ്ടാകാം. നമ്മളെല്ലാവരും ഉറങ്ങുമ്പോഴും അവൻ്റെ കൺപോളകൾക്ക് മയക്കം തട്ടുകയില്ല. കാരണം നമ്മളെ പൊതിഞ്ഞു പിടിക്കുന്നവനാണ് തമ്പുരാൻ. നമ്മുടെ ഓരോ ജീവിതത്തെയും ഓരോ ജീവനെയും പൊതിഞ്ഞു പിടിക്കുന്നവനാണ് അവൻ. അങ്ങനെയെങ്കിൽ നമുക്ക് വേണ്ടി രാപ്പകൽ വിശ്രമമില്ലാതെ നമ്മളെ അനുനിമിഷവും നോക്കിക്കൊണ്ടിരിക്കുന്ന, നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ആ ദൈവത്തിന് മുൻപിൽ എളിമപ്പെടാതെ നമുക്ക് നന്മയിലൂടെ ജീവിക്കുവാൻ സാധിക്കുമോ? അത്തരം ഒരു എളിമപ്പെടലിനായി നമ്മുടെ ജീവിതത്തെ നമുക്കൊരുക്കാം. ഈ വചനം നമ്മെ കണ്ണും കാതും തുറന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവത്തിന് വിട്ടുകൊടുക്കുവാൻ, ഈ ഒരു ജീവിതം വിട്ടുകൊടുക്കുവാൻ, ഈ ജീവിതത്തിലൂടെ നമ്മുടെ ജീവനെ തന്നെ വിട്ടുകൊടുക്കുവാൻ ഈ വചനം നമ്മെ പ്രാപ്തരാക്കട്ടെ. വചന സമീക്ഷയുടെ ഈ അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമുക്ക് ഒരു കഥ കേട്ടാലോ? ഒരു മത്സ്യബന്ധനക്കാരൻ പുതുതായിട്ട് ഒരു കച്ചവട സ്ഥാപനം തുടങ്ങുകയാണ്. നല്ല മത്സ്യങ്ങളെ വിൽക്കുന്ന ഒരു കട. അപ്പോൾ അദ്ദേഹം അല്ലെങ്കിൽ അയാൾ അവിടെ ഒരു ബോർഡ് തൂക്കുകയാണ് ഉദ്ഘാടനത്തിന് മുൻപേ തന്നെ, ഇവിടെ പുതിയ മത്സ്യങ്ങൾ ഇന്ന് വിൽക്കപ്പെടും എന്നുള്ളത്. അപ്പോൾ ഇത് കണ്ടു നിന്ന ഒരാൾ ഇദ്ദേഹത്തോട് പറയുന്നുണ്ട്, ഇന്ന് എന്നുള്ളൊരു വാക്ക് അവിടെ വേണ്ട. കാരണം ഇന്ന് എന്ന് പറയുമ്പോൾ നാളെയോ അല്ലെങ്കിൽ ഇന്നലെയോ എന്നുള്ള പല സംശയങ്ങളും വാങ്ങാൻ വരുന്ന ആൾക്കാരിൽ ഉണ്ടാകും. പുതിയ മത്സ്യങ്ങൾ ഇന്ന് ഇവിടെ വിൽക്കപ്പെടും എന്ന് പറയുമ്പോൾ ഇന്നെന്നൊരു വാക്ക് എല്ലാവരും ശ്രദ്ധിക്കും. അങ്ങനെയാണെങ്കിൽ പുതിയ മത്സ്യങ്ങൾ ഇവിടെ വിൽക്കപ്പെടും എന്ന് മാത്രം പോരെ, ഇന്നെന്നുള്ളൊരു വാക്ക് ഒഴിവാക്കിക്കൂടെ? അപ്പോൾ ഈ കച്ചവടക്കാരൻ അത് സമ്മതിക്കുന്നുണ്ട്, തലയാട്ടി സമ്മതിക്കുന്നുണ്ട്. അദ്ദേഹം ആ ഒരു ഇന്ന് എന്ന വാക്കിനെ മാറ്റി അവിടെ ഒരു ബോർഡ് സ്ഥാപിക്കുകയാണ്, പുതിയ മത്സ്യങ്ങൾ ഇവിടെ വിൽക്കപ്പെടും. എന്നാൽ ഇത് കണ്ടുകൊണ്ട് നിന്ന രണ്ടാമത് ഒരാൾ വന്ന് ഇദ്ദേഹത്തോട് വീണ്ടും പറയുന്നുണ്ട്, ചില തിരുത്തലുകൾ വീണ്ടും ആവശ്യമാണ്, അനിവാര്യമാണ്, ഇത്രയും വാക്കിന്റെ ആവശ്യം ഇവിടെ ഇല്ല എന്നുള്ളത്. അപ്പോൾ എന്തായിരിക്കും രണ്ടാമത്തെ ആൾ അല്ലെങ്കിൽ ആ ഒരു രണ്ടാമത്തെ വ്യക്തി വന്ന് ഈ കച്ചവടക്കാരനോട് പറഞ്ഞത്? ഏത് വാക്ക് മാറ്റാനായിരിക്കും എന്നുള്ള കഥയുടെ ആകാംക്ഷ നിർഭരമായിട്ടുള്ള ഒരു സാഹചര്യത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. അതിനു മുൻപായി നമ്മുടെ വചന സമീക്ഷയുടെ ഇന്നത്തെ ആദ്യത്തെ കോളറിലേക്ക് കൂടി നമുക്ക് പോകാം. നമസ്കാരം, വചന സമീക്ഷയിലേക്ക് സ്വാഗതം. ആരാണ്? ഞാൻ മേഴ്സി കനകം. മേഴ്സി കനകം. ആന്റി എവിടെ നിന്ന് വിളിക്കുന്നു? ചെമ്പഴന്തിയിൽ. ആന്റി വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടില് എന്റെ അനിയത്തിയുടെ മോൻ കൂടെ ഉണ്ട്, എന്റെ കൂടെ. അവൻ ജോലിക്ക് പോയിരിക്കുന്നത്. വീട്ടില് ഈ സമയം ഞാൻ മാത്രമേ ഉള്ളൂ, പകല് മുഴുവൻ. സുഖമായിട്ടിരിക്കുന്നോ? ഓ, സുഖമായിട്ടിരിക്കുന്നു. ചെമ്പഴന്തിയിൽ മഴയൊക്കെ ഉണ്ടോ? ആ, മഴയൊക്കെ ഉണ്ടായിരുന്നു. ഇന്ന് ഇപ്പം മഴ മാറി നിൽക്കുന്നു. അപ്പൊ ആന്റി അറിയാലോ, നമുക്ക് 4 ചോദ്യങ്ങളായിരിക്കും ഉണ്ടാവുക. അപ്പൊ അതിൽ ഒന്നാമത്തെ ചോദ്യം ചോദിക്കട്ടെ? ചോദ്യം ഇതാണ്: അഗ്നിനാവ് വൈക്കോലിനെ വിഴുങ്ങി കളയുന്നത് പോലെ, അഗ്നിജ്വാല പതിരിനെ ദഹിപ്പിക്കുന്നത് പോലെ അവരുടെ വേര് ജീർണിച്ചു പോകും. കാരണം എന്തായിരുന്നു? യഹോവയുടെ ന്യായപ്രമാണത്തെ ഉപേക്ഷിച്ച് കളഞ്ഞു. ഇസ്രായേലിന്റെ പരിശുദ്ധന്റെ വചനത്തെ നിന്ദിച്ച് കളയുകയും ചെയ്തു. ശരി ഉത്തരം. കൺഗ്രാറ്റുലേഷൻസ്. അതിന്റെ ഉത്തരം ഇങ്ങനെയാണ്: അവർ സൈന്യങ്ങളുടെ യഹോവയുടെ ന്യായപ്രമാണം ഉപേക്ഷിച്ചു കളഞ്ഞു, ഇസ്രായേലിന്റെ പരിശുദ്ധന്റെ വചനം നിന്ദിച്ചു കളഞ്ഞു. നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോയാലോ? ചോദ്യം ഇതാണ്:
യഹോവയുടെ ന്യായപ്രമാണം ഉപേക്ഷിച്ചു കളഞ്ഞതുകൊണ്ടും ഇസ്രായേലിന്റെ പരിശുദ്ധന്റെ വചനം നിന്ദിച്ചു കളഞ്ഞതുകൊണ്ടും അവർക്ക് എന്ത് സംഭവിച്ചു? അവരെ ദണ്ഡിപ്പിക്കുകയും മലകൾ വിറയ്ക്കുകയും ശവങ്ങൾ വീതികളുടെ നടുവിൽ ചവറ് പോലെയായി തീരുകയും ചെയ്തു. ശരി ഉത്തരം. കൺഗ്രാറ്റുലേഷൻസ്. അതിന്റെ ഉത്തരം ഇങ്ങനെയാണ്: യഹോവയുടെ കോപം തന്റെ ജനത്തിന് നേരെ ജ്വലിച്ചു, അവൻ അവർക്ക് നേരെ കൈ നീട്ടി അവരെ ദണ്ഡിപ്പിച്ചിരിക്കുന്നു. അപ്പോ രണ്ടുത്തരങ്ങൾ ശരിയാക്കിയിട്ടുണ്ട്. ഒരു വചനം പറയാവോ? ഇഷ്ടപ്പെട്ട ഒരു വചനം. യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകയില്ല. അത് ഏത് ഭാഗം എന്ന് പറയാവോ എന്റെ? അത് 23-ാം സങ്കീർത്തനം. ഓക്കെ. അപ്പോ അതുപോലെ തന്നെ മുട്ടുണ്ടാകാതെ ദൈവത്തെ വിളിക്കാനുള്ള കൃപ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കേട്ടോ. അത് കാണാതെ പഠിച്ചു വെച്ചിട്ടുണ്ട്. എന്നും 2-3 പ്രാവശ്യം പറഞ്ഞു ഇരുന്നത്. അതങ്ങനെ ആവർത്തിച്ച് പറയാൻ പറ്റട്ടെ, പറഞ്ഞുകൊണ്ടിരിക്കുക. കാണാതെ പഠിച്ചു വെച്ചിട്ടുണ്ട്. ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ? അപ്പൊ 3-ാമത്തെ ചോദ്യം ഇതാണ്: യഹോവയുടെ കോപത്താൽ തെരുവീഥികളുടെ നടുവിൽ ചവറ് പോലെ കിടന്നത് എന്താണ്? ശരി ഉത്തരം. അത് ശരി ഉത്തരം. കൺഗ്രാറ്റുലേഷൻസ്. അതിന്റെ ഉത്തരം ഇങ്ങനെയാണ്: അവരുടെ ശവങ്ങൾ. അതെ അതെ. അപ്പൊ ലാസ്റ്റത്തെ ചോദ്യം കൂടി ചോദിക്കട്ടെ? ലാസ്റ്റ് ചോദ്യം, 4-ാമത്തെ ചോദ്യം ഇതാണ്: അവൻ ഭൂമിയുടെ അറ്റത്ത് നിന്ന് ചൂളമടിച്ച് വിളിക്കുന്നത് ആരെയാണ്? ജാതികൾക്ക് ഒരു കൊടി ഉയർത്തി ഭൂമിയുടെ അറ്റത്ത് നിന്ന് അവരെ ചൂള കുത്തി വിളിക്കും. ശരി ഉത്തരം. കൺഗ്രാറ്റുലേഷൻസ്. അതിന്റെ ഉത്തരം ഇങ്ങനെയാണ്: ദൂരത്തുള്ള ജനതകളെ. നമ്മുടെ ബൈബിള് മാറുന്നതനുസരിച്ച് ചെറിയ വേർഡ്സിൽ മാറ്റം ഉണ്ടാവേ. ദൂരത്തുള്ള ജാതികളെ എന്നാണ് എഴുതിയത്. അതെ, ഇത് ദൂരത്തുള്ള ജനതകളെ. ശരി ഉത്തരമാണ്. അപ്പൊ 4 ചോദ്യങ്ങളും ശരി ഉത്തരം പറഞ്ഞു. സന്തോഷമായോ? സന്തോഷമായി. ഓക്കെ ആന്റി, താങ്ക് യു ആന്റി, താങ്ക് യു. എല്ലാ പ്രാർത്ഥനകളും. മേഴ്സി ആന്റി ആയിരുന്നു നമ്മളോടൊപ്പം കോളിൽ ഉണ്ടായിരുന്നത്. വളരെ നിഷ്കളങ്കമായിട്ടുള്ള ഒരു സംസാരം, അതുപോലെ തന്നെ നമുക്ക് വേണ്ടിയിട്ട് ഒരു വചനം പങ്കുവയ്ക്കും ഒക്കെ ചെയ്തു. അപ്പൊ ആന്റിക്കും ആന്റിയുടെ കൂടെ നിൽക്കുന്ന മോനും ഒക്കെ വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രാർത്ഥനയിൽ കൂടി ഓർക്കാം. നമ്മുടെ കഥയിലേക്ക് നമുക്ക് മടങ്ങി വരാം. ഇവിടെ ഇന്ന്, അതായത് പുതിയ മത്സ്യം വിൽക്കപ്പെടും എന്നുള്ള ആ ഒരു ബോർഡിൽ നിന്നും ഇന്ന് എന്നുള്ളൊരു വാക്ക് ഒരാളുടെ ആവശ്യപ്രകാരം ആ ഒരു കച്ചവടക്കാരനെ എടുത്ത് മാറ്റുകയാണ്. അപ്പോൾ 2ാമത്തെ ആളും വന്ന് പറയുന്നുണ്ട്, ഇത്രയും വലിയൊരു ഹെഡിങ്ങിന്റെ ആവശ്യമില്ല, ഇന്ന് എടുത്തു മാറ്റിയതുപോലെ ഇവിടെ നിന്നുള്ള വാക്കും വേണമെങ്കിൽ എടുത്തു മാറ്റാം. കാരണം ഇത് ഒരു മത്സ്യ വിൽക്കുന്ന കടയാണ്, അല്ലെ? മത്സ്യങ്ങളെ വിൽക്കുന്ന കടയാണ്. അപ്പൊ ഇവിടെ അല്ലാണ്ട് വേറെ എവിടെയാണ് മത്സ്യത്തെ വിൽക്കുക? അതുകൊണ്ട് തന്നെ ഇവിടെ എന്ന് പറയുമ്പോൾ അത് ഒരു അനൗചിത്യമുള്ള ഒരു വാക്കാണ്, അല്ലെങ്കിൽ ഇവിടെ ഈ ഒരു സന്ദർഭത്തിന് ചേരുന്നതല്ല. അതെടുത്ത് മാറ്റിയാൽ നല്ലതായിരിക്കും. അപ്പോൾ ഇത് കേട്ട് ഈ കച്ചവടക്കാരൻ തലയാട്ടുന്നുണ്ട്. ശരിയാണ്, എനിക്ക് എന്തുകൊണ്ട് ഈ ബുദ്ധി നേരത്തെ പോയില്ല എന്ന് അയാൾ ചിന്തിക്കുകയാണ്. എന്നിട്ട് അയാൾ ഉടനെ തന്നെ വീണ്ടും ആ ഒരു വാക്കുകൂടി എടുത്ത് മാറ്റിയിട്ട് ഇവിടെ എന്നുള്ള വാക്കുകൂടി മാറ്റിയിട്ട് പുതിയ ഒരു ബോർഡ് സ്ഥാപിക്കുകയാണ്: മത്സ്യം വിൽക്കപ്പെടും. അപ്പോൾ 3ാമൻ ഒരാൾ ഇതുപോലെ കടന്നു വന്നിട്ട് പറയുന്നുണ്ട്, അല്ലയോ സുഹൃത്തെ, താങ്കൾ ഇത്രയും മണ്ടത്തരം കാണിക്കരുത്. ഇതൊരു മീൻ വിൽക്കുന്ന കടയാണ്, അല്ലെങ്കിൽ മത്സ്യത്തെ വിൽക്കുന്ന കടയാണെന്ന് അറിയാം. പിന്നെ എന്തിനാണ് ഇവിടെ മത്സ്യം എന്നുള്ള വാക്കുകൂടി ഉപയോഗിച്ചിരിക്കുന്നത്? ഇവിടെ വന്നാൽ സ്വാഭാവികമായിട്ടും മത്സ്യത്തെ മാത്രമല്ലേ കിട്ടൂ, അല്ലാണ്ട് വേറൊരു സാധനവും കിട്ടത്തില്ല. പിന്നെ മത്സ്യം വിൽക്കപ്പെടും എന്നുള്ളതിൽ മത്സ്യം എന്തിനാണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഈ കച്ചവടക്കാരൻ വീണ്ടും ചിന്തിക്കുന്നുണ്ട്, ഞാൻ എന്ത് മണ്ടബുദ്ധിയാണ്, അല്ലെങ്കിൽ ഞാൻ എന്തൊരു മണ്ടനാണ്, എനിക്ക് ഈ ബുദ്ധി നേരത്തെ പോയില്ലല്ലോ, അല്ലെങ്കിൽ എനിക്ക് ഈ ബുദ്ധി നേരത്തെ തോന്നിയില്ലല്ലോ. ഞാനൊരു കച്ചവടക്കാരനല്ലേ, അതിൻ്റെ ഒരു ബുദ്ധിയെങ്കിലും എനിക്ക് കാണിക്കേണ്ടതായിരുന്നു, അതിൻ്റെ ഒരു സൂത്രക്കാരൻ്റെ ബുദ്ധിയെങ്കിലും എനിക്ക് കാണിക്കേണ്ടതായിരുന്നു. ഇത് ബാക്കിയുള്ളവർ പറഞ്ഞാണ് ഞാൻ എൻ്റെ തെറ്റ് തിരിച്ചറിയുന്നത് എന്നുള്ള ചിന്തയിൽ അയാൾ ആ ഒരു മത്സ്യം എന്ന വാക്കും അവിടെ നിന്ന് എടുത്തു മാറ്റുകയാണ്. അപ്പോൾ അവിടെ ബാക്കിയായിട്ടുണ്ടായിരുന്നത് ഒരൊറ്റ വാക്കാണ്: വിൽക്കപ്പെടും. അപ്പോൾ ഇത്രയും തമാശകരമായിട്ടുള്ള ഒരു സന്ദർഭം ഒരുപക്ഷെ കണ്ടുകൊണ്ട് നിന്നിരുന്നവർക്കൊക്കെ തോന്നിക്കാണും. പക്ഷെ എന്തായിരിക്കും അവസാനം സംഭവിച്ചത്? ആ വിൽക്കപ്പെടും എന്ന ബോർഡ് മാത്രം വെച്ച് അയാൾക്ക് അവിടെ ഇരിക്കാൻ സാധിക്കുമോ? ഇല്ല. പക്ഷെ എന്തായിരിക്കും അവിടെ സംഭവിച്ചിട്ടുണ്ടാവുക? രസകരമായിട്ടുള്ള കഥയിലേക്ക് നമുക്ക് മടങ്ങി വരാം. അതിനു മുൻപായി നമ്മുടെ ഇന്നത്തെ 2ാമത്തെ കോളറിലേക്ക് കൂടി നമുക്കൊന്ന് പോയി വരാം. നമസ്കാരം, വചന സമീക്ഷയിലേക്ക് സ്വാഗതം. ആരാണ്? ആന്റി എവിടെ നിന്ന് വിളിക്കുന്നു? ഞാൻ കീഴ്വായ്പൂര്.
വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടിൽ ഹസ്ബൻഡും മോനും ഉണ്ട്. ഇപ്പൊ മോള് നേഴ്സിംഗ് പഠിക്കുന്നു. മോന് സ്കൂളിലാണോ പഠിക്കുന്നത്? സെക്കൻഡറാബാദില് നേഴ്സിംഗ് പഠിക്കുക. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോ എല്ലാരും സുഖമായിട്ടിരിക്കുന്നോ? മോളുടെ പഠിത്തമൊക്കെ നന്നായിട്ട് പോകുന്നോ? ആ, കുഴപ്പമില്ല. ഓക്കെ. അപ്പൊ ആന്റി അറിയാലോ, നമുക്ക് 4 ചോദ്യങ്ങളായിരിക്കും ഉണ്ടാവുക. അപ്പോ നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോയാലോ? പോകാം. ചോദ്യം ഇതാണ്: ചൂളമടിച്ച് വിളിച്ച അവർ ഭൂമിയുടെ അറ്റത്തു നിന്ന് കടന്നു വരുന്നത് എങ്ങനെയാണ്? ക്വസ്റ്റ്യൻ ക്ലിയർ ആയോ ആന്റി? ഇല്ല. ചൂളമടിച്ച് വിളിച്ച അവർ ഭൂമിയുടെ അറ്റത്തു നിന്ന് കടന്നു വരുന്നത് എങ്ങനെയാണ്? ജാതികൾക്ക് ഒരു കൊടി ഉയർത്തി. വേറെ പറയുന്നുണ്ട് എങ്ങനെ കടന്നു വരും എന്നുള്ളത്. പതിയെ ആണോ, ഭയങ്കരമായിട്ടുള്ള സ്പീഡിലാണോ, എങ്ങനെയാ അത്? അങ്ങനെ ഒരു കൃത്യമായിട്ടുള്ള വേഗത്തിൽ. അവർ ബന്ധപ്പെട്ട് വേഗത്തിൽ കടന്നു. ബന്ധപ്പെട്ട് വേഗത്തിൽ അല്ലേ? ശരി ഉത്തരം. കൺഗ്രാറ്റുലേഷൻസ് ആന്റി. ബൈബിൾ മാറുന്നതനുസരിച്ച് വചനങ്ങളിലെ വാക്കുകളിൽ ചില വ്യത്യാസങ്ങൾ ഉണ്ടാകും. ഇവിടുത്തെ വചനപ്രകാരം അതിവേഗത്തിൽ. അതിന്റെ ഉത്തരം അതിവേഗത്തിൽ. നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോയാലോ? ഓക്കെ. ചോദ്യം ഇതാണ്: അതിവേഗത്തിൽ കടന്നു വരുന്ന അവരെ യേശയ്യാവ് വിശേഷിപ്പിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? അതിവേഗത്തിൽ കടന്നു വരുന്ന അവരെ യേശയ്യാവ് വിശേഷിപ്പിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? ക്ഷീണിക്കാതെ ഇടറാതെ, ഉറക്കം തൂങ്ങുകയില്ല, ഉറങ്ങുകയുമില്ല, അവരുടെ അരക്കച്ച അഴിയാതെ, ചെരുപ്പിന്റെ വാറ് പൊട്ടാതെ. ശരി ഉത്തരം. കൺഗ്രാറ്റുലേഷൻസ്. വലിയൊരു ഉത്തരമായിരുന്നല്ലേ, പക്ഷെ പറഞ്ഞു. അതിന്റെ ഉത്തരം ഇങ്ങനെയാണ്: അവരിൽ ഒരുവനും ക്ഷീണിക്കുകയോ ഇടറുകയോ ചെയ്യുന്നില്ല, മയങ്ങുകയില്ല, ഉറങ്ങുകയില്ല, അവരുടെ അരക്കച്ച അഴിയുകയില്ല, ചെരുപ്പിന്റെ വള്ളി പൊട്ടുകയുമില്ല. ഓക്കെ. സന്തോഷമായില്ലേ 2 ചോദ്യങ്ങൾ ശരിയായപ്പോ? നമുക്ക് സന്തോഷം. ആന്റി പാട്ടൊക്കെ പാടാറുണ്ടോ? അങ്ങനെ പാട്ട് പാടാറില്ല, നമ്മള് പ്രാർത്ഥിക്കുമ്പോഴുള്ള പാട്ടുണ്ടല്ലോ, എന്നാ ഞങ്ങക്ക് വേണ്ടിട്ട് ഒരു പാട്ട് പാടാവോ? ഇഷ്ടമുള്ള പാട്ട് മതി. നീയോടെ ഞാൻ സ്തുതി പാടിടും എന്റെ യേശുനാഥ, എനിക്കായി നീ ചെയ്തോരോ നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. നന്നായിട്ട് പാടി കേട്ടോ. ഇതാണോ? എന്തോ കളിയാക്കിയൊന്നുമല്ല. ഇതാണോ? പാട്ട് പാടത്തില്ല, പക്ഷെ പ്രാർത്ഥിക്കുമ്പോ മാത്രമേ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ട് നന്നായിട്ട് പാടിയല്ലോ. അപ്പോ ആന്റി ഇനിയും നന്നായിട്ട് പാടാനൊക്കെ പറ്റട്ടെ കേട്ടോ. നന്നായിട്ട് പാട്ടുപാടി പ്രാർത്ഥിക്കാനൊക്കെ പറ്റട്ടെ. അങ്ങനെ പാട്ടുപാടി അതെ, അങ്ങനെ പാട്ടുപാടി പ്രാർത്ഥിച്ച ആ ഒരു കൃപ കിട്ടിയാലേ നമ്മുടെ വചന സമീക്ഷയിലൂടെ നമുക്ക് ഒരുപാട് പേർക്ക് കേൾക്കാൻ പറ്റുന്ന രീതി ഇതുപോലെ പാടാൻ പറ്റും. ഓക്കെ. അപ്പൊ നമുക്ക് എന്തായാലും ആ സന്തോഷത്തിൽ തന്നെ മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോയാലോ? ഓക്കെ. മൂന്നാമത്തെ ചോദ്യം ഇതാണ്: ഭൂമിയുടെ അറ്റത്തു നിന്നും വരുന്ന അവരുടെ കുതിരകളുടെ കുളമ്പുകൾ എന്തുപോലെയാണ് തോന്നുന്നത്? ശരി ഉത്തരം. കൺഗ്രാറ്റുലേഷൻസ്. സംശയമൊന്നും ഇല്ലായിരുന്നു. പെട്ടെന്ന് ചോദ്യം പെട്ടെന്ന് ഉത്തരം അല്ലേ? എന്റെ ഉത്തരം എങ്ങനെയാണ്? തീക്കനല് പോലെ. അപ്പൊ ലാസ്റ്റ് ചോദ്യത്തിലേക്ക് പോവാണേ. ചോദ്യം ഇതാണ്: ഭൂമിയുടെ അറ്റത്തു നിന്ന് വരുന്ന അവരുടെ രഥചക്രങ്ങൾ എന്തുപോലെയാണ് തോന്നുന്നത്? ചുഴലിക്കാറ്റ് പോലെ. അതിൽ സംശയമൊന്നുമില്ല. ശരി ഉത്തരം. കൺഗ്രാറ്റുലേഷൻസ്. ഉത്തരം ഇതാണ്, ചുഴലിക്കാറ്റ് പോലെ. അപ്പോ ആന്റി 4 ചോദ്യങ്ങളും ശരിയാക്കിയിട്ടുണ്ട്. അപ്പോ വലിയൊരു കൺഗ്രാറ്റുലേഷൻസ്. ഒപ്പം പാട്ട് പാടിയിട്ടുണ്ട്. ഇതിനു മുന്നേ എവിടെയെങ്കിലും ഒക്കെ പാടിയിട്ടുണ്ടോ? പാടിയിട്ടില്ല. പക്ഷെ ഇത് ആദ്യമായിട്ടോ അല്ലെ ഒരു TV പ്രോഗ്രാമില്? അപ്പൊ ഇന്ന് അരങ്ങേറ്റമായിരുന്നു ശരിക്കും പറഞ്ഞ. അപ്പൊ ഇനി ഇതുപോലെ ഒരുപാട് പാട്ടുകൾ പാടാൻ പറ്റട്ടെ കേട്ടോ. പ്രാർത്ഥിക്കാം. നല്ലൊരു ജോലിക്കും എല്ലാം വേണ്ടി പ്രാർത്ഥിക്കാം. ഉറപ്പായിട്ടും പ്രാർത്ഥനയിൽ ആന്റിയെയും ആന്റിയുടെ കുടുംബത്തെ ഒക്കെ ഓർത്തോളാം. അപ്പൊ ഇനിയും വിളിക്കാം കേട്ടോ. ഓക്കെ. താങ്ക് യു ആന്റി. താങ്ക് യു സോ മച്ച്. ശരി. അപ്പോൾ നമ്മുടെ എൽസി ആന്റി ആയിരുന്നു നമ്മളോടൊപ്പം കോളിൽ ഉണ്ടായിരുന്നത്.
ആൻറ്റിക്കും മക്കളൊക്കെ പഠിക്കുവാന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ആവശ്യവും നമ്മളോട് പറഞ്ഞു, മകൻ്റെ ജോലിക്കും ഒക്കെ വേണ്ടിയിട്ട്. അപ്പോൾ കുടുംബത്തിന് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രാർത്ഥനയിൽ നമുക്ക് ഓർക്കാം. നമ്മുടെ കഥയിലേക്ക് നമുക്ക് മടങ്ങി വരാം. രസകരമായിട്ടുള്ള ഒരു കഥയാണെന്ന് നമ്മൾ ആദ്യമേ പറഞ്ഞു അല്ലേ. മറ്റുള്ളവരുടെ വാക്ക് കേട്ടിട്ട് മാറ്റിക്കൊണ്ടേയിരിക്കുന്ന ചിന്താഗതി അല്ലേ. അപ്പോൾ ഈ കച്ചവടക്കാരൻ അവസാനം ആദ്യം എഴുതി വെച്ച ബോർഡിൽ നിന്ന് ഇന്ന് ഇവിടെ പുതിയ മത്സ്യം ലഭിക്കപ്പെടും എന്നുള്ളതിൽ അവസാനമായപ്പോൾ വിൽക്കപ്പെടും എന്നുള്ളത് മാത്രം അവശേഷിക്കുകയാണ്. അപ്പോൾ അയാൾ സ്വയം ചിന്തിക്കുന്നുണ്ട്, ഇനി ഇതിൻ്റെ ആവശ്യം എന്താ? ഈ ബോർഡിൽ വിൽക്കപ്പെടും എന്ന് മാത്രം എഴുതി വെക്കേണ്ട ഒരാവശ്യമില്ല. കാരണം ഇത് മീൻ വിൽക്കാൻ വരുന്ന സ്ഥലമാണല്ലോ. പക്ഷെ ഇതെല്ലാം കണ്ടുകൊണ്ട് നിന്ന ഒരു മനുഷ്യൻ ഇയാളുടെ അടുത്ത് വന്നിട്ട് പറയാണ്, താങ്കൾ ആദ്യം ഒരു ബോർഡ് വെച്ചു, അതിൽ താങ്കൾ എന്താണോ പറയാൻ ഉദ്ദേശിച്ചത് അതായിരുന്നു എഴുതി വെച്ചത്. പിന്നെ മറ്റാരുടെയോ വാക്ക് കേട്ട് അതിൽ നിന്നും ഒരു വാക്ക് വെട്ടി, രണ്ടാമത്തെ വാക്ക് കേട്ട് രണ്ടാമത്തെ വാക്കും വെട്ടി, മൂന്നാമത്തെ വാക്ക് കേട്ട് മൂന്നാമത്തെ വാക്കും വെട്ടി, നാലാമത്തെ ഒരു വാക്ക് ഒട്ടും അനുയോജ്യമല്ലാത്തത് കൊണ്ട് താങ്കൾ സ്വയം അത് വെട്ടിക്കളഞ്ഞു. അപ്പോൾ പ്രിയപ്പെട്ട സുഹൃത്തെ, ഇത് താങ്കളുടെ കടയാണ്. താങ്കളാണ് എന്ത് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ താങ്കളാണ് ഇവിടെ എന്ത് നടക്കണമെന്ന് തീരുമാനിക്കേണ്ടത്. ആ ബോർഡ് വയ്ക്കുന്നത് താങ്കളുടെ ഇഷ്ടം, വയ്ക്കാതിരിക്കുന്നതും താങ്കളുടെ ഇഷ്ടം. പക്ഷേ മറ്റുള്ളവരുടെ വാക്ക് കേട്ട് അങ്ങനെ മാറ്റേണ്ടതിൻ്റെ ആവശ്യമുണ്ടോ? താങ്കൾ ഉദ്ദേശിക്കുന്നത് എന്താണോ അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാൻ ഏത് വഴിയും താങ്കൾക്ക് സ്വീകരിക്കാം. പക്ഷേ അത് വേണ്ട എന്ന് വയ്ക്കാൻ മറ്റുള്ളവരുടെ വാക്ക് കേൾക്കേണ്ട ആവശ്യമുണ്ടോ? ഇത് കേട്ട് ആ കച്ചവടക്കാരൻ ചിന്തിക്കുന്നുണ്ട്, ശരിക്കും ഞാൻ എന്തൊരു മണ്ടനാ. കാരണം ആദ്യത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും ആളിൻ്റെ വാക്ക് കേട്ടാണ് ഞാൻ മാറ്റിയത്. സ്വയം ഞാനൊരു തീരുമാനം എടുക്കുകയോ അല്ലെങ്കിൽ ഞാൻ സ്വയം ചെയ്യണോ വേണ്ടയോ എന്ന് ഉറപ്പിച്ചൊരു തീരുമാനം എടുത്തില്ല. അതുകൊണ്ടാണ് എനിക്കൊരു അമളി പറ്റിയത്. ശരിക്കും ബുദ്ധിയില്ലാതെ പ്രവർത്തിച്ചത് ഞാനാണ്. ഒന്ന് രണ്ടും തവണയല്ല, പിന്നെയോ പല തവണ. അപ്പോൾ ഇത് ആ കച്ചവടക്കാരനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ അനുഭവമായിരുന്നു. ഈ അനുഭവത്തെ നമ്മുടെ ജീവിതത്തിലേക്ക് കൂടി നമുക്കൊന്ന് ചേർത്ത് വായിക്കണ്ടേ? അങ്ങനെ വായിക്കണമെങ്കിൽ നമുക്ക് ഇന്നത്തെ നമ്മുടെ അവസാനത്തെ കോളിലേക്ക് കൂടി ഒന്ന് പോകേണ്ടതുണ്ട്. ആ ഒരു കോളിലേക്ക് കൂടി പോയിട്ട് നമുക്ക് മടങ്ങി വരാം. നമസ്കാരം, വചന സമീക്ഷയിലേക്ക് സ്വാഗതം. ആരാണ്? ശൈലജ ആന്റി. എവിടെ നിന്ന് വിളിക്കുന്നു? വീട്ടിലാരൊക്കെ ഉണ്ട്? ആന്റി അറിയാലോ, നമുക്ക് 4 ചോദ്യങ്ങളായിരിക്കും ഉണ്ടാവുക. അപ്പോ ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോയാലോ? ചോദ്യം ഇതാണ്, ഭൂമിയുടെ അറ്റത്ത് നിന്ന് വരുന്നവരുടെ ഗർജനം ഏതുപോലെ ആയിരിക്കും? ആന്റി ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലേ? അതെ. പറഞ്ഞോളൂ, ഉത്തരം പറഞ്ഞോളൂ. ഭൂമിയുടെ അറ്റത്ത് നിന്ന് വരുന്നവരുടെ ഗർജനം എന്തുപോലെ ആയിരിക്കും? ഏതോ ഒരു മൃഗത്തിൻ്റെത് പോലെയാണ്. സിംഹത്തിൻ്റെതുപോലെ. അതെ, ശരി ഉത്തരം. കൺഗ്രാറ്റുലേഷൻസ്. അതിന്റെ ഉത്തരം ഇങ്ങനെയാണ്, സിംഹത്തിൻ്റെത് പോലെ. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോയാലോ? ചോദ്യം ഇതാണ്, ഏശയ്യാവിന് ദിവ്യദർശനം ഉണ്ടായത് എന്നാണ്? ഉത്തരം പറഞ്ഞോളൂ ആന്റി. ഏശയ്യാവിന് ദിവ്യദർശനം ഉണ്ടായത് എന്നാണ്? രാജാവ് മരിച്ചാണ്ടേ. ശരി ഉത്തരം. കൺഗ്രാറ്റുലേഷൻസ്. ഓക്കെ ആന്റി, ആന്റിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വചനം പറയാവോ? പറയാം. പറഞ്ഞോളൂ. യഹോവയുടെ വചനം ഉദാസീനതയോടെ ചെയ്യുന്നവൻ ശപിക്കപ്പെട്ടവൻ. അതിന്റെ റെഫറൻസ് പറയാവോ, ഏത് ഭാഗത്തു നിന്നുള്ളതാന്ന്? ഓക്കെ ഓക്കെ, മതി, ധാരാളം. അപ്പോൾ സന്തോഷം വചനം കേട്ടപ്പോൾ. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ? ഓക്കെ, മൂന്നാമത്തെ ചോദ്യം ഇതാണ്, ഉസിയ രാജാവ് മരിച്ച വർഷം ഏശയ്യാവ് കണ്ട ദർശനം എന്തായിരുന്നു? കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു. ശരി ഉത്തരം. കൺഗ്രാറ്റുലേഷൻസ്. ശരി ഉത്തരവാണ് ആന്റി. കൺഗ്രാറ്റുലേഷൻസ്. അതിന്റെ ഉത്തരം ഇങ്ങനെയാണ്, യഹോവ ഉയർന്നതും ഉയർത്തപ്പെട്ടതുമായ ഒരു സിംഹാസനത്തിൽ ഇരിക്കുന്നത് കണ്ടു. ലാസ്റ്റ് ചോദ്യത്തിലോട്ട് പോട്ടെ. ചോദ്യം ഇതാണ്, യഹോവയുടെ വസ്ത്രത്തിന്റെ തൊങ്ങലുകൾ എവിടെ ആയിരുന്നു? ക്വസ്റ്റ്യൻ ക്ലിയർ ആയോ? മന്ദിരത്തെ നിറച്ചിരുന്നു. ശരി ഉത്തരം. കൺഗ്രാറ്റുലേഷൻസ്.
ഉത്തരം ഇങ്ങനെയാണ്, അത് ആലയത്തെ നിറച്ചിരുന്നു. അത് വാക്കുകൾ മാറ്റം വരുന്നയാ ബൈബിള് മാറുന്നതനുസരിച്ച്. പക്ഷെ ഉത്തരം ശരിയാണ്. അപ്പൊ 4 ചോദ്യങ്ങൾക്ക് ശരി ഉത്തരം നൽകിയിട്ടുണ്ട്. സന്തോഷായില്ലേ? യെസ്, ഒരു വചനം ഒക്കെ പറഞ്ഞു. അപ്പൊ ആന്റി തീർച്ചയായിട്ടും ഇനിയും വിളിക്കുക കേട്ടോ. ഓക്കെ, താങ്ക് യു ആന്റി, താങ്ക് യു സോ മച്ച്. ഓക്കെ. അപ്പോൾ നമ്മുടെ ശൈലജ ആന്റി ആയിരുന്നു നമ്മളോടൊപ്പം കോളിൽ ഉണ്ടായിരുന്നത്. ആന്റിക്കും ആ കുടുംബത്തിനും ഒക്കെ വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഒരു കഥയുടെ അന്ത്യത്തിലേക്കും അല്ലെങ്കിൽ ആ ഒരു സന്ദേശത്തിലേക്കും ഈ ഒരു അധ്യായത്തിന്റെ അവസാനത്തിലേക്കും നമുക്ക് മടങ്ങി വരാം. അപ്പോൾ ഈ കച്ചവടക്കാരൻ ജീവിതത്തിൽ നിന്നും അല്ലെങ്കിൽ ആ ഒരു അനുഭവത്തിൽ നിന്നും പഠിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മുടെ ജീവിതവുമായിട്ട് കൂട്ടിയിണക്കി വായിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മളും പലപ്പോഴും ഇങ്ങനെയല്ലേ, ഒരു തീരുമാനം എടുക്കും. പക്ഷെ മുന്നോട്ട് പോകുമ്പോൾ മുന്നിലേക്കുള്ള യാത്രയിൽ പലരും പല സാഹചര്യങ്ങളിൽ അതിൽ ഇടപെടലുകൾ നടത്തും. നമ്മുടെ ജീവിതത്തിലെ തീരുമാനങ്ങളിൽ ഇടപെടലുകൾ ഉണ്ടാകും. ഒരുപക്ഷെ നമ്മുടെ മാതാപിതാക്കളാകാം, നമ്മുടെ സഹോദരങ്ങളാകാം, നമ്മുടെ ബന്ധുമിത്രാദികളാകാം, പ്രിയപ്പെട്ട കൂട്ടുകാരാകാം, അധ്യാപകരാകാം, അങ്ങനെ പലരും ഉണ്ടാകാം. പക്ഷേ യഥാർത്ഥ ശരിയായിട്ടുള്ള ഉപദേശങ്ങളാണോ അവർ നൽകുന്നത്? നമ്മുടെ തീരുമാനത്തിൽ നിന്നും നമ്മൾ വേണോ വേണ്ടയോ, എസ് ഓർ നോ എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് നമ്മൾ എത്തുമ്പോൾ അതിനെ നമ്മളെ സ്വാധീനിക്കുന്ന ഉപദേശങ്ങൾ ശരിയാണോ എന്ന് തിരിച്ചറിവുണ്ടാകാൻ നമുക്ക് ഒരു വിവേകമുണ്ടാകണം, നമുക്കൊരു വിവരമുണ്ടാകണം, നാട്ടുഭാഷയിൽ പറയുകയാണെങ്കിൽ. അപ്പോൾ അങ്ങനെയുള്ള ഇടപെടലുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ അത് ശരിയാണോ തെറ്റാണോ എന്ന് തിരിച്ചറിയുവാനുള്ള, ശരിയും തെറ്റും നന്മയും തിന്മയും തിരിച്ചറിയാനുള്ള ഒരു വിവേകം നമുക്കുണ്ടാകണം. ഇവിടെ കച്ചവടക്കാരൻ ഇല്ലാതെ പോയതും അത് തന്നെയാണ്. അദ്ദേഹത്തിന്റെ തീരുമാനത്തെ വേണ്ട എന്ന് വെക്കുവാൻ, ആദ്യം വേണമെന്ന് തീരുമാനിച്ചതിനെ പിന്നീട് വേണ്ട എന്ന് വെക്കുവാൻ ഇടപെടലുകൾ ഉണ്ടായപ്പോൾ അത് ശരിയാണോ തെറ്റാണോ എന്ന് ചിന്തിക്കാതെ പെട്ടെന്ന് എടുത്തു ചാടി അയാൾ അത് പ്രവർത്തിക്കുകയാണ് ചെയ്തത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇത്തരം സന്ദർഭങ്ങൾ ഉണ്ടാകുമ്പോൾ പെട്ടെന്നുള്ള എടുത്തുചാട്ടങ്ങളല്ല, ഉപദേശങ്ങൾ കേട്ട് അതേപടി അത് പിന്തുടരുന്നതല്ല, പിന്നെയോ ആ ഉപദേശങ്ങളിലെ ശരി തെറ്റുകളെ തിരിച്ചറിയുവാനുള്ള ഒരു ബുദ്ധിയും വിവേകവും ആർജിച്ചെടുക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഈ കഥ അതിന് ഒരു വഴിക്കൂട്ടായി അല്ലെങ്കിൽ ഒരു മാർഗദർശിയായി നമ്മുടെ ചിന്തകളിലും നമ്മുടെ ബോധത്തിലും ഒക്കെ ഒന്ന് ഉറഞ്ഞു കിടക്കട്ടെ. അങ്ങനെയെങ്കിൽ ആ ഒരു ചിന്തയോടൊപ്പം ഇന്നത്തെ വചന സമീക്ഷയുടെ ഈ ഒരു അധ്യായവും ഇവിടെ പൂർണ്ണമാവുകയാണ്. പുതിയൊരു അധ്യായത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.